ഇറ്റലിയിലെ കോമോ രൂപതയിലെ വൈദികനായ റോബർട്ടോ മഗസീനിയെ ചൊവ്വാഴ്ച രാവിലെ ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയിൽ നിന്നുള്ള 53 വയസ്സുള്ള ഒരു അഭയാർത്ഥി കുത്തിക്കൊലപ്പെടുത്തി. ഡോൺ റോബർട്ടോ തെരുവിൽ അലഞ്ഞു നടക്കുന്ന അഭയാർത്ഥികളുടെ ചുമതല വഹിക്കുന്ന രൂപതാ വൈദികനായിരുന്നു ഫാദർ റോബർട്ടോ. അച്ഛനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അച്ഛൻ്റെ താമസ സ്ഥലത്തിന് അടുത്ത് വെച്ച് തന്നെയായിരുന്നു ഈ ദാരുണ സംഭവം നടന്നത്. ഫാദർ റോബർട്ടോ സേവനം ചെയ്തുകൊണ്ടിരുന്ന ഇടവകയിൽ അഭയാർത്ഥികൾക്ക് വേണ്ടി ലഭ്യമാക്കിയ മുറികളിൽ ഒന്നിലായിരുന്നു സംഭവത്തിലെ പ്രതി താമസിച്ചിരുന്നത്. ഫാദർ റോബർട്ടോ പാവപ്പെട്ടവരായ അഭയാർത്ഥികൾക്ക് ഭക്ഷണം നൽകുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അവർക്കിടയിൽ നിസ്തുല സേവനങ്ങൾ ചെയ്ത് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പ്രമുഖ ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കോമോയിലെ ബിഷപ്പ് ഓസ്കാർ കതോണി സംഭവസ്ഥലം സന്ദർശിച്ച വേളയിൽ ഫാദർ റോബർട്ടോയുടെ മരണത്തെ രക്തസാക്ഷിത്വം എന്നാണ് വിശേഷിപ്പിച്ചത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി കടന്നുവരുന്നവരെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും അവർക്ക് തങ്ങളുടെ താമസ സൗകര്യങ്ങൾ പോലും വിട്ടുകൊടുക്കുകയും ചെയ്ത യൂറോപ്യൻ ജനത തുടർച്ചയായി അഭയാർത്ഥികളിൽ നിന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങൾ കണ്ട് ഏറെ ആശങ്കാകുലരാണിന്ന്.